ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെപ്പറ്റി ഇപ്പോൾ എന്താണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസൊനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫോഴ്സ്ഫുള്ളി ആരും റെസൊനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നത് എന്താണ് അവരുടെ മനസ്സിലിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ഫീലിങ്സുകൾ എന്തൊക്കെയാണ്, അവർ നിങ്ങളെപ്പറ്റി ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിൽ നിങ്ങളെപ്പറ്റി ഇപ്പോൾ എന്താണ് ഉള്ളത്, ഇതാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ഉള്ളത് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ അവർ ചിന്തിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവരുടെ മനസ്സിൽ ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. 2 ഓഫ് സോർഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഫസ്റ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മെയിൻ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ വേദനിപ്പിച്ചതിന് ഇപ്പോഴും അവർക്കൊരു റിഗ്രറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ആ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി അതാണ് നമുക്കിവിടെ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ്റ്റേക്കുകൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് വന്നത് മൂലമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു വൈബില്ലായ്മ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിലല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടാകും. ആ ഒരു കാര്യത്തിന് അവർ റിഗ്രറ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളെ ഹാൻഡിൽ ചെയ്ത രീതി, പ്രോപ്പറായ രീതിയിൽ നിങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് അവർ ചിന്തിക്കുന്നു. അതേസമയം തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് ഒരു ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്ന ഒരു ഇപ്പോഴവരുടെ ഒരു കറണ്ട് ഫീലിങ്സ് അതാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവ കാണാനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് കാർഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ 8 ഓഫ് പെന്റക്കിൾസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് അവർ തിങ്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനി ഇപ്പോൾ ഒരു നല്ല രീതിയിലല്ല ഈ ഒരു റിലേഷൻഷിപ്പ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ പേഴ്സൺ കാണും എങ്കിൽ കൂടിയും നല്ലൊരു രീതിയിലല്ല ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനൊരു എഫേർട്ടൊക്കെ ഇട്ടിട്ട് ഒരു സ്മൂത്ത്നെസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവർക്കിപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലായി. ഈ ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ തന്നെ പരിശ്രമിക്കണം, അതൊരു ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായി. കാരണം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോകാതിരിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്ലോ പോകാതിരിക്കാനോ ഒരു സ്നേഹം ആ ഒരു ഡീപ്ലി ഉള്ള ഒരു ലവ് എനർജി നഷ്ടപ്പെടാതിരിക്കാനോ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി കിണഞ്ഞ് പരിശ്രമിച്ച് നിങ്ങൾ മടുത്ത്, അപ്പം നിങ്ങളത് വിട്ടിട്ട് ഇപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പരിശ്രമിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് വരികയുള്ളൂ എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. കാരണം അവർക്ക് എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളല്ലാതെ വേറെ കുറേ ഓപ്ഷൻസ് ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആ ഒരു ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു സമയത്ത് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഓപ്ഷനായിട്ട് നിന്നിരുന്ന പേഴ്സൺ ആകട്ടെ സിറ്റുവേഷൻ ആകട്ടെ എന്ത് തന്നെയായിരുന്നാലും എനിക്ക് ആരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു വ്യക്തി ഇല്ലെങ്കിലും ഞാൻ ഓക്കെ ആണ്, എന്നെ കെയർ ചെയ്യാൻ ആളുണ്ട് എന്ന രീതിയിൽ നിന്ന ആ ഒരു പേഴ്സൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും
ഒരു ഡൗൺഫോളോ കാര്യങ്ങൾ വന്നപ്പോൾ യഥാർത്ഥമായിട്ട് എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ആ ഒരു ഓപ്ഷൻസ് ലോസ്റ്റ് ആയി എന്നാണ് കാണുന്നത്. അതിനാൽ തന്നെ അവർ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്, കൺഫ്യൂസ്ഡ് ആണ്. ആ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് അവർക്കുണ്ട്. പക്ഷെ ഇനി എന്ത് മൂവ് എടുക്കണം എന്ന് അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുമില്ല. ഇനി എന്ത് ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി നമുക്ക് കാണാൻ, ഒത്തിരി ഫാൻറ്റസി അവർ ചിന്തിച്ച് കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് വളരെയധികം ഒരു പേടി അവരുടെ മനസ്സിന് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കൊരു സംരക്ഷണമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആരുമില്ലാത്ത അവസ്ഥ, എനിക്കെന്ന് പറയാനായിട്ട് ആരുമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതെന്ന് പറഞ്ഞ് നമുക്ക് മുറുകെ പിടിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പരിഭ്രാന്തി എന്നൊക്കെ പറയാം. ആ ഒരു രീതിയിലുള്ള ഒരു എനർജി ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ പാസ്റ്റിലെ പല പ്രശ്നങ്ങളും ആകാം അതിൻ്റെ കാരണം. കാരണം 9 of Wands നമുക്കിവിടെ വന്നിട്ടുണ്ട്. പാസ്റ്റിൽ പല പ്രശ്നങ്ങൾ, വേദനകൾ ഒക്കെ ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ കൂടെ അന്ന് നിന്നിരുന്ന സിറ്റുവേഷൻസോ വ്യക്തികളോ ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പണി കൊടുത്ത് അവർ പോയിട്ടുണ്ടാവാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു വേദനയിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മൂവ് ഓൺ ഫുള്ളായിട്ട് അവർക്ക് നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം പിന്നെ നിങ്ങളെ ഒരു ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു പാസ്റ്റിൽ അവർക്ക് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അത്ര ഒരു വലിയ കാര്യമായിട്ട് ഇവർ കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്കതൊരു വാല്യബിൾ ആയിട്ടൊരു കാര്യമായിട്ട് തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു ലെസ് കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ നിങ്ങളൊരു സെപ്പറേഷനിലോ നോ കോണ്ടാക്റ്റിലോ ഒക്കെ ആയ ഒരു സമയത്താണ് നിങ്ങളുടെ വാല്യൂ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളെ ശരിക്കും ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ കാണുന്ന ഒരു ഏഞ്ചൽ, അല്ലെങ്കിൽ ഒരു മാലാഖ, അല്ലെങ്കിൽ അവരുടെ ലൈഫിലൊരു വെളിച്ചമായിരുന്ന വ്യക്തി, അത് പോയ സമയത്ത് അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തപ്പോൾ ആ വ്യക്തിക്ക് അത് മനസ്സിലാകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. വളരെ വാല്യബിൾ ആയിട്ടുള്ള ഒരു ഡീപ്പ് ഫീലിങ്സ് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് അവരുടെ മൈൻഡിൽ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ഒരു സൈലന്റ് എനർജിയിലാണ് ആ ഒരു പേഴ്സൺ ഉള്ളത്. ഈ വേദനകളും വിഷമങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ ഇവർക്കൊരു സ്പിരിച്വൽ റിലാക്സേഷന് വേണ്ടിയിട്ട് ഇവർ ഒത്തിരി ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ 9 of Cups ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിഷ് ഫുൾഫിൽമെന്റ് കാർഡായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇതൊരു സ്ട്രോങ് എനർജി നൽകുന്ന ഒരു കാർഡാണ്. ഇപ്പം ഇവരുടെ ഒരു ഫീലിങ്സ് ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നു, നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ്. എങ്കിലും അവർക്കറിയാം എനിക്ക് സന്തോഷം തരുന്ന ആ ഒരു വ്യക്തിയാണ്, ഒരാളാണ് ഈ ഒരു പേഴ്സൺ. അതായത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷം കിട്ടും എന്ന് അവർക്കറിയാം. അപ്പോൾ എനിക്ക് സന്തോഷം തരുന്ന, അല്ലെങ്കിൽ എനിക്കൊരു എന്നെ ഞാനാക്കി തന്നെ നിർത്താനായിട്ട് എനിക്ക് പറ്റുന്ന ഒരാളാണ് ഈ ഒരു വ്യക്തിയുടെ പ്രസൻസിലാണ് എനിക്ക് ആ ഒരു സന്തോഷം എനിക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഒരു വ്യക്തി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവർ ആഗ്രഹിക്കുന്നതും നിങ്ങളെ അവരിൽ പിടിച്ചു നിർത്താനായിട്ട് അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കിങ് ഓഫ് വാൻഡ്സ് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഭയങ്കര അട്രാക്ഷൻ, ഒരു സ്ട്രോങ് അട്രാക്ഷനാണ് അവിടെ കാണുന്നത്. ഒരു പേഴ്സണാലിറ്റി വൈസ് അവർ നിങ്ങളെ പലപ്പോഴും ഇംപ്രസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആ ഒരു ഡിസിഷൻ എടുത്തൊക്കെ നിങ്ങളിലേക്ക് റീസ്റ്റാർട്ടുമായിട്ട് വരണം. നമുക്ക് പേജ് ഓഫ് പെന്റിക്കിൾസ് നിങ്ങളുമായിട്ട് വീണ്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ട് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ചിലരെയൊക്കെയെങ്കിലും ഒരു ഇംപ്രസ് ചെയ്ത് നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ വന്നിട്ടുണ്ടാവാം എന്ന് നമ്മൾ ഗസ് ചെയ്യേണ്ടതാണ്. കിങ് ഓഫ് വാൻഡ്സ് വരുമ്പോഴത്തേക്കും അത്രയ്ക്കൊരു അട്രാക്ഷനാണ്, ഒരു സ്ട്രോങ് അട്രാക്ഷനാണ് അവിടെ കാണുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു മെസ്സേജ് വഴിയോ, അല്ലെങ്കിൽ ചില ഓഫറുകൾ നൽകിക്കൊണ്ടോ, അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ സ്ലോലി പ്ലാൻ ചെയ്ത് ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ എടുത്ത് നിങ്ങളിലേക്ക് വരാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവാം. അവർക്കൊരു റീബിൽഡ് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത്. ഇനി ചിലവർക്കൊക്കെ കുറച്ച് കോണ്ടാക്റ്റോ കാര്യങ്ങളോ മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇല്ലാന്നുണ്ട് അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു കോണ്ടാക്റ്റും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപ്രോച്ച് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതാണ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവരൊത്തിരി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റിയില്ല, നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നർത്ഥം അവരൊത്തിരി വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകരുത്. എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കണം, നിങ്ങളിലേക്ക് എത്തിപ്പെടണം, പെട്ടെന്ന് അർജൻറ്റായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിപ്പെടണം. ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷനാണ് അവരെപ്പോഴും ഡിസയർ ചെയ്യുന്നത്. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഒരു സൈലൻസ് ആയിട്ട് ഇരിക്കുന്ന, ഇപ്പം നിങ്ങൾ
നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ഒരു സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഈ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഈ ഒരു ഫീലിങ്സ് ഒക്കെ ഈ ഒരു സമയത്ത് അവർ ഹൈഡ് ചെയ്ത് പിടിക്കുന്നു. കുറേ ആളുകൾക്ക് അത് ഹൈഡ് ചെയ്ത് പിടിക്കുന്നു എന്നാണ് കാണുന്നത്. ബാക്കി കുറേ ആളുകൾ ഓൾറെഡി അപ്രോച്ച് ചെയ്തിട്ടുണ്ടാകാം നിങ്ങളെ. കുറച്ച് വ്യക്തികൾ അത് ഹൈഡ് ചെയ്ത് പിടിക്കുന്നു. കാരണം കുറച്ച് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ വളരെ ടോക്സിക് ആയിട്ടുള്ള രീതിയിലുള്ള പൊസസീവ്നെസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്കിവിടെ ഈ ഒരു 4 ഓഫ് പെന്റക്കിൾസ് കാർഡിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അത് അവരുടെ ഇൻസൈഡിൽ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് അവർക്ക് വിട്ടുകളയാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ അത് ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയർ അത് മോശമായ ഒന്നാണ്, അല്ലെങ്കിൽ അത് തെറ്റാണ്, അത് ഓക്കെ അല്ല, അതൊരു റിലേഷൻഷിപ്പിനുള്ളിൽ പറ്റുന്നൊരു കാര്യമല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും നമുക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് വിട്ടുകളയാനായിട്ട്, നമ്മളിത് മോശമാണെന്ന് അറിയാമെങ്കിൽ കൂടി അത് വിട്ടുകളയാനായിട്ട് ഒരു വ്യക്തിയെ കൊണ്ട് നമ്മളിപ്പോൾ ഒരു പേഴ്സണൽ തന്നെ അഡിക്റ്റ് ആണെങ്കിലും നമുക്കതിൽ നിന്ന് മാറണം എന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ട്, അതിൽ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ പോലും നമുക്കതിൽ നിന്ന് വിട്ടു പോരാനായിട്ട് പറ്റുന്നില്ല. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് കിടക്കുകയാണ്. അപ്പോൾ അതുപോലെ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ അത് കിടക്കുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല ഞാൻ ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വ്യക്തിയോട് അപ്രോച്ച് ചെയ്യേണ്ടതോ സംസാരിക്കേണ്ട രീതികൾ അതല്ലായിരുന്നു, പെരുമാറേണ്ടത് പ്രോപ്പർലി ആയിട്ട് ഞാൻ പെരുമാറിയിട്ടില്ല എന്ന് ഇവർക്കറിയാം. അപ്പം അത് വിട്ട് കളയുന്നില്ല. ആ ഒരു പൊസസീവ്നെസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇവരുടെ ഉള്ളിലുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അത് അവർ ഹൈഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് മാറ്റിക്കളയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അത് അങ്ങനെ പൂർണ്ണമായിട്ടും അവരുടെ മനസ്സിൽ നിന്ന് കളയാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഏസ് ഓഫ് പെന്റക്കിൾസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് പോസിബിൾ ആക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു തുടക്കം കുറിക്കേണ്ടത് ഞാൻ തന്നെയാണ്, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടത് ഞാനാണ്. ഇനി എൻ്റെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു പ്രതികരണം ഉണ്ടാവില്ല എന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇനി ഒന്നും ചെയ്യില്ല ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്നവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിനി ഈ റിലേഷൻഷിപ്പ് വേണം, ഒരു ലോങ് ടൈം സ്റ്റെബിലിറ്റി വേണം, ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ടുള്ള ഒരു രീതിയിലാണ് അവർ നിങ്ങളിലേക്ക് എഫേർട്ട് ഇട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത്. പിന്നെ അതിനുശേഷം നമുക്കൊരു 8 ഓഫ് സോർഡ്സിൻ്റെ ഒരു കാർഡ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇടയ്ക്കൊരു മെൻ്റൽ ട്രാപ്പ്, ഒരു മൂവ് എടുക്കാനായിട്ട് ഭയപ്പെടുന്ന ഒരു രീതിയും കാണുന്നുണ്ട്. അത് നമുക്ക് പറയാൻ ഈ ഒരു പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ആ ഒരു വ്യക്തി ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് അവരെ ഒന്ന് പിടിച്ച് ബാക്കിലേക്ക് വലിക്കുന്നത്, ലോക്ക് ചെയ്ത് നിർത്തുന്നതെന്നാണ്. ആ ഒരു കാര്യങ്ങളെല്ലാം അവർ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ അവർ ഓവർ തിങ്ക് ചെയ്യുന്നു. അതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരൊരു സൈലൻസിൽ ഇരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പം അവർക്കൊരു ഡിസിഷൻ, നമുക്ക് 2 ഓഫ് സോർഡ്സ് വരുമ്പോഴേ അവർക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് അവരുടെ ഒരു ഫീലിങ്സ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതായത് അവരെ ഹൃദയത്തിന് നിങ്ങളെ ആവശ്യമാണ്, പക്ഷെ മൈൻഡ് ഇപ്പോഴും വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർ സ്റ്റിൽ ഇങ്ങനെ സ്റ്റക്കായി സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുകയാണ്. എന്തൊരു ആക്ഷൻ എടുക്കാനായിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ മുന്നേ ഉണ്ടായിരുന്ന കാർഡുകളിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് ആളുകൾക്ക് അവർ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക്. ഓക്കെ, അതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അവിടെ നോക്കുമ്പോൾ ശരിക്കും അവരുടെ ഒരു മൈൻഡ് നോക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ, അതുപോലെ പേടി, ഇതെല്ലാം ഉണ്ട് അവർക്ക്. എങ്കിൽ കൂടിയും ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണൽ എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഡീപ്പ് ഫീലിങ്സ്, ആദ്യം ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നിന്നു, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇത്ര ഒരു സ്ഥാനം ഈ ഒരു റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു ഡീപ്പ് ലവ് ഉണ്ട്, അതുപോലെ നിങ്ങളെ വീണ്ടും അവരിലേക്ക് കൊണ്ടുവരണം എന്നൊരു ഡിസയർ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് ചെയ്തു പോയി എന്നതിൽ ഒരു റിഗ്രറ്റും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് ഡയറക്റ്റ് ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജി നമുക്ക് വരുന്നില്ല. നമ്മൾ ഓൾറെഡി ഫീലിങ്സ് ആണ് നോക്കിയിട്ടുള്ളത്. എങ്കിൽ കൂടിയും ഇതൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇവർക്ക് നിങ്ങളോട് നല്ല ഫീലിങ്സ് ഉണ്ട്, പക്ഷേ ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ തമ്മിൽ മുന്നേ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കാം. എനിക്ക് ഈ ഒരു വ്യക്തിയെ നഷ്ടപ്പെടുത്താനായിട്ട് ആ ഒരു പേഴ്സൺ ഒട്ടും നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഒരു ഫ്രഷ് സ്റ്റാർട്ട് വേണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സ് പറയുന്നത്. പഴയ കാര്യങ്ങളൊക്കെ അവർ ഒത്തിരി മിസ്റ്റേക്ക് ചെയ്തു, അതിനൊക്കെ അവർക്ക് ഒത്തിരി റിഗ്രറ്റുമുണ്ട്, കുറ്റബോധമുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളെ ഒരിക്കലും അവർ വിട്ടുപോകാനായിട്ടൊരു സാധ്യതയില്ല. നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ടൊരു പേടി ഉണ്ടെങ്കിലും
ആ ഒരു ഭയം മാത്രമാണ് അവർക്കുള്ളത്. ഒരു ക്ലാരിറ്റി എല്ലാത്തിനും വരുത്തണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു ഫീലിങ്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് ഇടുന്നത് നമ്പർ 22 എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. സപ്പോർട്ടീവ്, encourages you, kindness, letter H, 1996, pet lovers, ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം. യെസ് പോസിബിൾ എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. ലൈഫ് ചേഞ്ച്, നമ്പർ 53, letter I, ആക്ടിങ്, സോഷ്യൽ മീഡിയ, letter Z, എറണാകുളം ഡിസ്ട്രിക്ട്, 2003, number 3, number 34, letter R, 1987, 1975, 1996, number 23, letter S, October month, next month, expect miracles, driver, within 72 hours, February month, റൈഡിങ്, സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ഇട്ടിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. ലെറ്റർ എസ് നമുക്ക് വീണ്ടും വരുന്നുണ്ട്. മോൾ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിലെ കവിളിലെ മറുകളിലുള്ള വ്യക്തികളാകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര ക്ലോസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്.